ഓക്കെ, അപ്പോൾ കോടനാട്ടെ ആനക്കാര്യമാണ് ഇപ്പോൾ കണ്ടതെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലാണ്. അവിടെ അല്പം ഗൌരവമുള്ള ആനക്കാര്യമാണ്. നമുക്കറിയാം, ഒരു മധ്യവയസ്കനൊക്കെ ചവിട്ടിക്കൊന്ന ആനയെ പിടികൂടാനുള്ള ശ്രമം അത് പുരോഗമിക്കുകയാണ്. ബേലൂർ മക്കന ദൌത്യ സംഘം ഇപ്പോൾ കാടിനുള്ളിൽ പ്രവേശിച്ചു. ദൌത്യം പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് ഇങ്ങനെ ആശങ്കയോടുകൂടി അല്പം നെഞ്ചിടിപ്പോടുകൂടി ആണ് ഈ ദൌത്യത്തെ നോക്കിക്കാണുന്നത്. മാത്രമല്ല, ദൌത്യ സംഘത്തിനും ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം വളരെ അക്രമകാരിയായിട്ടുള്ള ഒരു മോഴ അത് അതിവേഗത്തിൽ പാഞ്ഞെടുക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ കഴിയുന്നു. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും. അനീഷ്, ഗുഡ് മോർണിംഗ്. വയനാടുകാർക്ക് ഇന്ന് എങ്ങനെയും ഈ ബേലൂർ മക്കനയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താണ് ദൌത്യ സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ? ഈ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ ദൌത്യ സംഘത്തിന്? എൽദോ, കഴിഞ്ഞ ഏതാണ്ട് 3 ദിവസമായി തന്നെ മണ്ണുണ്ടി ആദിവാസി കോളനിയിലും ചെമ്പകപ്പാറ വനമേഖലയും ഈ 2 സ്ഥലത്തിനിടയിൽ തന്നെയാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4-5 കിലോമീറ്റർ ചുറ്റളവിലേക്ക് മാത്രമാണ് ആന യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉൾക്കാടിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല എന്നത് ഒരു അനുകൂല ഘടകമായി ദൌത്യസംഘം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ആനയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം കുങ്കിയാനകൾ, 4 കുങ്കിയാനകൾ, 200ഓളം വരുന്ന RRT അംഗങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഈ ദൌത്യസംഘം. ഇവർ കാട്ടിലേക്ക് പ്രവേശിച്ച് ഈ ആദ്യം ട്രാക്കർ ഉപയോഗിച്ചാണ് ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നത്. കാരണം ആനയുടെ കഴുത്തിൽ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ റേഡിയോ കോളറിന്റെ സിഗ്നലുകൾ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുന്ന ജോലി. അത് പുലർച്ചെ തന്നെ സിഗ്നലുകൾ മണ്ണുണ്ടി കോളനിക്ക് സമീപം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞാൽ കുങ്കിയാനകളാണ് ആദ്യം അവിടേക്ക് പോവുക. തൊട്ട് പിന്നാലെ ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പോവും. അത്തരത്തിൽ കുങ്കിയാനകളുടെ സാന്നിധ്യം കാട്ടിൽ അറിയുമ്പോൾ തന്നെ, അതിന്റെ ഒരു ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ ആന ശരവേഗത്തിൽ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. ഒപ്പം കൊടും കാടാണ്, വലിയ പാറക്കെട്ടുകൾ, വൻ മരങ്ങൾ, പൊന്തക്കാടുകൾ, കൊങ്ങിണിക്കാടുകൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ആനയ്ക്ക് മറഞ്ഞു നിൽക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ആ കാട്ടിനുള്ളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു ലക്ഷ്യം വെച്ച് വെടിയുതിർക്കാൻ അധികൃതർക്ക് കഴിയാതെ വരുന്ന സാഹചര്യം. ഇന്നലെ 3 തവണ മുഖാമുഖം ആനയെ ഈ ദൌത്യസംഘങ്ങൾ കണ്ടു. പക്ഷേ ആ ഒരു പൊസിഷനിലും വെടിവെക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. 2 തവണ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയെങ്കിലും ആന സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു. നേരത്തെ ഹസനിലും ബേലൂർ മക്കനയ്ക്ക് ഇതുപോലെ തന്നെ വെടി ഏറ്റ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞു മാറാനും ഇവയിൽ നിന്നും രക്ഷപ്പെടാനും ഈ കാട്ടിനുള്ളിലെ സന്നാഹങ്ങൾ കാണുമ്പോൾ ഇത് തന്നെ പിടികൂടാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനും കഴിയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഈ മണ്ണുണ്ടി ആദിവാസി കോളനിയുടെ മേഖലയിലാണ് ഇത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാട്ടിൽ നിന്നും തുരത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഈ ജനവാസ മേഖലയിലേക്ക് ആന പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിയന്ത്രണ വിധേയമായുള്ള ഒരു ഓപ്പറേഷൻ മാത്രമേ അധികൃതർക്ക് നടത്താൻ കഴിയുകയുള്ളൂ. ഏറ്റവും അടുത്തുള്ള ചെമ്പകപ്പാറ വനമേഖല വഴി ആനയെ പുറത്തേക്ക് ചാടിച്ചാൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പമാകും. അവിടുന്ന് വലിയ ദൂരമില്ല റോഡിലേക്ക്. വളരെ അനായാസം കുങ്കികൾക്ക് ആനയെ അങ്ങോട്ട് തുരത്തി കൊണ്ടുപോവുകയും പിന്നീട് വാഹനത്തിൽ കയറ്റി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ കഴിയും. അത്തരമൊരു നീക്കത്തിനാണ് ഇന്നും വനംവകുപ്പ് ശ്രമിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഇതുവരെ കേരളത്തിൽ നടത്തിയ ഈ ആനയുമായി ബന്ധപ്പെട്ട മയക്കുവെടിയിൽ ഏറ്റവും സങ്കീർണമായത് ഒരു ദൌത്യമാണിപ്പോൾ നടത്തുന്നതെന്ന് അവർ പറയുന്നു. കാരണം ഈ ജനവാസ മേഖലയിലാണ്. നേരത്തെ നമ്മൾ അരിക്കൊമ്പനെ കണ്ടത് ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ്, തണ്ണീർക്കൊമ്പനെ കണ്ടത് ഒരു വാഴത്തോട്ടത്തിലാണ് കണ്ടത്. പക്ഷേ അതിൽ നിന്നും അങ്ങേയറ്റം വിഭിന്നമായ ഒരു സാഹചര്യം, 200ഓളം ആളുകളുടെ ജീവൻ പോലും പണയം വെച്ചുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൽദോ, അനീഷ്, വളരെ ഗൗരവമുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ ആന അത്രമാത്രം ഒരു ആക്രമണകാരിയാണ് എന്നുള്ളത് തെളിയിക്കുകയും ചെയ്തതാണല്ലോ. അപ്പൊ എന്തായാലും ഇന്നവിടെ ഹർത്താലുണ്ടല്ലോ, സ്കൂളുകൾക്ക് അവധിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു വ്യാപ്തി, അതിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട്? ഈ ജനങ്ങളുടെ ആശങ്ക അത് മറികടക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലേ ഈ പറയുന്ന പോലെ അധികാരികൾക്ക്, ഭരണകൂടത്തിന്, മന്ത്രിക്ക് ഒക്കെ? എൽദോ, പയ്യമ്പള്ളി സ്വദേശിയായ അജിയുടെ മരണം ഉണ്ടാക്കിയ ആഘാതം, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഉണ്ടാവുന്ന ഞെട്ടൽ, അതേ അർത്ഥത്തിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾക്കാണ് മാനന്തവാടി സാക്ഷ്യം വഹിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ഒന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ പോലും അനുവദിക്കാതെ
നാട്ടുകാർ പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടു. ഈ വയനാടുകാരെല്ലാം വയനാട്ടിലെ കർഷക സംഘടനകൾ പലരും ഈ മാനന്തവാടിയിലേക്ക് ഓടി എത്തുന്ന കാഴ്ചയും കണ്ടിരുന്നു. എന്തായാലും വലിയ സമ്മർദ്ദം ജനങ്ങൾ ചെലുത്തിയതിനെ തുടർന്ന് നഷ്ടപരിഹാരം നൽകുന്നതിനടക്കം ധാരണയായിരുന്നു. അതിൽ 10 ലക്ഷം രൂപ ഇന്നലെ അജിയുടെ വീട്ടിൽ എത്തിച്ചു. ബാക്കി 40 ലക്ഷം രൂപ കൂടി നൽകണമെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മന്ത്രിസഭാ യോഗത്തിൽ നടക്കും. അത്തരം കാര്യങ്ങൾ പറയുമെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഈ ആനശല്യത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഇനിയും അകലെയാണ്. ഇപ്പോഴും ആ പയ്യമ്പള്ളി മേഖലകളിലൊക്കെ ആന ഇറങ്ങി നാശനഷ്ടം വിതയ്ക്കുന്ന ഒരു സാഹചര്യം, ജനങ്ങൾക്ക് സ്വസ്ഥമായി വഴിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിക്കുന്ന ആദിവാസികൾക്ക് കാട്ടിൽ പോകാൻ കഴിയാത്ത സാഹചര്യം, ഈ കന്നുകാലി തൊഴിൽ ഉപജീവനമാക്കിയ അല്ലെങ്കിൽ കന്നുകാലികളെ മേയിച്ച് ജീവിക്കുന്ന പാൽ കൃഷി കർഷകരുണ്ട്. അവർക്ക് പുല്ല് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. ഇത്തരത്തിൽ സമസ്ത മേഖലകളിലും ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ്. തിരുനെല്ലി അടക്കമുള്ള ഇടങ്ങളിൽ സ്കൂളുകൾ 2 ദിവസമായി തുറക്കാത്ത സാഹചര്യം. അതുകൊണ്ട് ജനജീവിതം ഒരു സാധാരണ നിലയിലാക്കുന്നതിനുള്ള നീക്കങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അജീഷ് അല്ല ആദ്യമായി വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്. ഈ വർഷം തന്നെ ഇതിനു മുമ്പ് പ്രജീഷ് അടക്കമുള്ള ആളുകൾ വന്യമൃഗ ശല്യത്തിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കർണാടകത്തിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കേരളത്തിലേക്ക് എത്തുമ്പോൾ ആ വിവരം കേരളത്തിന് ലഭ്യമാവാനുണ്ടാകുന്ന കാലതാമസം വലിയ ഒരു പ്രശ്നമായി മാറുന്നു. ഒപ്പം ജനവാസ മേഖലകൾക്കടുത്ത് ആനയുടെ സാന്നിധ്യം കണ്ടാൽ അത് വനം വകുപ്പ് ഉചിതമായ സമയത്ത് നാട്ടുകാരെ അറിയിക്കുന്നില്ല എന്ന പരാതി. ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും ആ വികാരം തന്നെയാണ് ഇന്നത്തെ ഹർത്താലിൽ പ്രതിഫലിക്കുന്നത്. ബലപ്രയോഗത്തിലൂടെ കടകൾ അടയ്ക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്തിട്ടില്ല എന്ന് അധികൃതർ ഈ സമര സംഘടനകൾ പറയുമ്പോഴും ജനങ്ങൾ പൂർണ്ണ സഹകരണത്തോടെ ഹർത്താലിനോട് സഹകരിക്കും, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക് വഴിയിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും സർക്കാർ മുഖ്യമന്ത്രി അടിയന്തരമായ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ഈ വയനാട് ജില്ലയിലെ ജനപ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തിയ ഒരു യോഗം നടത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ, കേരളയും കർണാടകയും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ മെച്ചപ്പെടുത്താനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോഴും ഇതൊരു സ്ഥിരം സംവിധാനമായി മാറണം. ഇനിയൊരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നാണ് ഈ കർഷക സംഘടനകളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം. എൽദോ. ശരി, എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ. ഇന്നലെ വയനാട്ടിൽ ബെല്ലൂർ മഖനെ പിടികൂടണം, അതിന്റെ ദൌത്യസംഘത്തിൽ കഴിയട്ടെ, ഒപ്പം ജനങ്ങളുടെ പതിവായിട്ടുള്ള ആശങ്കയ്ക്ക് വിരാമം ഇടാനും കഴിയട്ടെ എന്നാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ടത്. എന്നാൽ നമ്മൾ കോവളത്തെ വിശേഷങ്ങളിലെ കാഴ്ചകൾ തന്നെ